കുറച്ച് ചെറുനാരങ്ങ ഉണ്ട്. അപ്പോൾ നമ്മളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നാരങ്ങാച്ചാറ് ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ കുറച്ച് ഗോതമ്പ് ഉണ്ട്. നമ്മൾ റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഗോതമ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ട പിടിക്കാൻ പോവാണ്. സോ ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അരിയുണ്ട ഗോതമ്പുണ്ടൊക്കെ. അപ്പോൾ നമ്മൾ കളിയായിട്ട് പറയുന്നതാണ് ജയിലിൽ ഗോതമ്പുണ്ട കഴിക്കാം എന്നൊക്കെ. പക്ഷെ സംഭവം നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പുണ്ട എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ്. അപ്പോൾ നമ്മളിതാ ഗോതമ്പ് കഴുകി വെള്ളം ഫുള്ളായിട്ട് പോകാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വല്യമ്മ ഗോതമ്പ് കഴുകുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം വെള്ളം ഫുള്ളായിട്ട് പോവാനായിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് അച്ചാർ റെഡിയാക്കിയാലോ? ഓക്കെ. അപ്പോൾ നാരങ്ങ മാത്രമായിട്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് പുളിയൊന്നും ഞങ്ങൾക്ക് അങ്ങനെ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല. അപ്പം അത് കാരണം എങ്ങനെ എന്താണെന്ന് അറിയില്ല. എന്നാലും കുഴപ്പമില്ല. ഈത്തപ്പഴം കൂടി ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നല്ലോ, നല്ല ഉഷാറായനെ. പക്ഷെ നാരങ്ങ മാത്രമായിട്ട് ഉണ്ടാക്കുക എന്തായാലും അച്ചാർ. അപ്പം എന്തായാലും നാരങ്ങ അച്ചാറും ഗോതമ്പുണ്ടിയും ഉണ്ടാക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗോതമ്പ് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം കാണിച്ചു തരാം കേട്ടോ. ഗോതമ്പ് ഇതാ ഇവിടെ ഒരുവിധം തട്ടിക്ക് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാരങ്ങച്ചാർ, നാരങ്ങ അത് തുറന്നപ്പോൾ ഭയങ്കര സ്മെല്ല് വരുന്നുണ്ട്. പക്ഷേ നല്ല പുളിയാണ്. ഇനി കുറച്ചിരുന്ന് സെറ്റ് ആവണം, അപ്പോൾ ഇത് ശരിയാവും. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി ഗോതമ്പ് വറുത്ത് പൊടിക്കാൻ നേരം കാണിച്ചു തരാം കേട്ടോ. തന്നെ വെയിറ്റിംഗ് ആണ്, പൂതിയായിട്ട് വയ്യ. പക്ഷെ സമയം നല്ല എടുക്കുകയും ചെയ്യും. ഇനി തേങ്ങ ചിരവണം. എന്തായാലും നമുക്ക് നമ്മുടെ പണി കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തേക്കൊക്കെ എന്തായാലും കഴിക്കാം. അതിനുള്ളിൽ റെഡിയാക്കി വെക്കും. ക്ഷമല്ല ഗൈസ്, അയ്യോ വാവേ, തീരെ ക്ഷമല്ല. സോ ഞാൻ എന്തായാലും കുറച്ചെടുത്തിട്ടുണ്ട്, കുടിക്കാൻ പോട്ടോ. സംഭവം സൂപ്പറായിരിക്കുന്നു. വാവേക്കാം. ഓ മൈ ഗോഡ്, അങ്ങനെ നല്ല. അയ്യോ വാവേ ഇരിക്കി, വാവ ഇരിക്കുക അവിടെ. ഓക്കെ, അത് നന്നായിട്ട് പൊടിയായിട്ടുണ്ട് ഗൈസ്. നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, ഇതൊക്കെ ഉണ്ട പിടിക്കാനും സമയമില്ല. തിന്നോ സൂപ്പർ. അമ്മ ഷുഗർ കുറച്ച് കുറവുണ്ട്, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ടേസ്റ്റി. മീ പാത്രം എടുക്ക്, മെച്ചെടുക്കാം. പാത്രം എടുക്ക്. എന്നാലും സൂപ്പർ. ഒരു ഉമ്മണ്ടോ? അപ്പം ഗോതമ്പ് ഫുള്ളായിട്ട് വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തേങ്ങ ഉടച്ച് ചിരവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി വല്യമ്മ അതെല്ലാം കൂടി ചൂടാറി കഴിഞ്ഞാൽ മിക്സിയിലിട്ടൊന്ന് ഗോതമ്പ് കേട്ടോ. ഇനി ഇതെല്ലാം വല്യമ്മയുടെ പാകത്തിന് മിക്സ് ചെയ്ത് ഉണ്ട പിടിക്കും. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം ഞങ്ങൾ കുറച്ച് പൂതിക്കായിട്ട് കുറച്ച് ഉണ്ടാക്കി, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. തേങ്ങയും പഞ്ചസാരയും ഗോതമ്പും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നായിട്ട് പൊടിച്ചിട്ടായിരുന്നു. പക്ഷെ വല്യമ്മ ചെയ്യൽ അങ്ങനെയല്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഉണ്ട പിടിക്കലാണ് കേട്ടോ. അപ്പം നല്ല നമ്മുടെ ഒലിവ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പും ഉണ്ട റെഡി ആയിക്കൊണ്ടിരിക്കണോ. നാരങ്ങച്ചാർ റെഡിയായി. ഇനി നമ്മൾ എന്തായാലും കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. അത് കഴിഞ്ഞാൽ കുളിക്കാം. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഗസ്റ്റിനായിട്ട് നമ്മളിതാ ഒരു കുക്കറിൽ കുറച്ച് നെയ്ച്ചോറും പിന്നെ അപ്പുറത്ത് ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാൻ കരുതി കേട്ടോ. അപ്പോൾ ഇതാ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗസ്റ്റ് ആരാണ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം ഗൈസ്.
അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്യാണ്, ഫുഡൊക്കെ സെർവ് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളും അവരൊപ്പം ഇരിക്കുന്നുണ്ട്. കുട്ടികൾ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കഥയും പറഞ്ഞ് കളിച്ചും ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. മൂത്തമ്മയുടെ മകനാണ്, അവന് ഈ മാസം 27-ാം തീയതി പോവുകയാണ്. അപ്പോൾ അത് കാരണം അവൻ വന്നതായിരുന്നു കേട്ടോ. അത് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക, ഒരു സൽക്കാരം പോലെ അങ്ങനെ ആക്കിയതാണ്. അപ്പോൾ വേഗം സടപടയെ നമ്മൾ നെയ്ച്ചോറും ഉണ്ടാക്കി, ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും. സംഭവം കുഴപ്പമൊന്നുമില്ല. എന്തായാലും എല്ലാവരും ഭക്ഷണം കഴിച്ചു, കുറേ നേരം സംസാരിച്ചു. അങ്ങനെ നിങ്ങളുടെ ഈ ഒരു ഡേ ഹാപ്പി എൻഡിങ് ആയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.